അബ്ദുൾ റഹീം മടങ്ങിയെത്തുമെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ പലരും ചിന്തിക്കുന്നത് അബ്ദുൾ റഹീമിന്റെ ഉമ്മയെക്കുറിച്ചാണ്. ഇത്രയും കാലം അബ്ദുൾ റഹീം എപ്പോഴാണ് മടങ്ങി വരിക, എന്നാണ് മടങ്ങി വരിക എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ, അല്ലെങ്കിൽ ഇന്നോ നാളെയോ മടങ്ങി വരും എന്നുള്ള വാർത്തകൾ വരുമ്പോൾ, എത്രയും പെട്ടെന്ന് മടങ്ങി വരും എന്നുള്ള വാർത്തകൾ വരുമ്പോൾ പ്രതീക്ഷയോടെ ആ മകനെ കാണാൻ വേണ്ടി കാത്തിരുന്ന ആ ഉമ്മയെക്കുറിച്ചാണ് പലരും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. കോടമ്പുഴയിലെ വീടിന്റെ ഉമ്മറത്ത് 20 വർഷമായിട്ട് ആ അമ്മ കാത്തിരിക്കുകയാണ്. അമ്മയുടെ കണ്ണുകൾ രണ്ടും വഴിയിലേക്കാണ്, എന്നാൽ ചൂണ്ടിൽ പ്രാർത്ഥന ഒഴിഞ്ഞിട്ടില്ല. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴും ലോക മലയാളികൾ റഹീമിന്റെ മോചന വാർത്ത ആഘോഷമാക്കുമ്പോഴും ആ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഭയം തന്നെയാണ്. അമ്മ പറയുന്നു, ഞാനിനി ആരും പറയുന്നത് വിശ്വസിക്കില്ല. അക്കൂട്ടത്തിൽ മാധ്യമങ്ങളുണ്ട്. മകൻ എൻ്റെ കണ്ണിന് മുന്നിൽ വരട്ടെ, എത്രയോ നാളുകളായി, ഇപ്പോൾ വരും, നാളെ വരും, അടുത്ത മാസം വരും, ഇങ്ങനെ ആ ഉമ്മ കേൾക്കുന്നു. അവൻ വന്ന് ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച് വിളിക്കട്ടെ, എന്നാലേ എനിക്ക് വിശ്വാസം വരൂ. ആ ഉമ്മയ്ക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. വിറയ്ക്കുന്ന കൈകൾ നെഞ്ചോട് ചേർത്ത് ഉമ്മ പറയുന്നു. നമുക്കറിയാം, എത്ര കുറ്റങ്ങൾ ചെയ്താലും സ്വന്തം മക്കളെ മറക്കാൻ ഒരു അമ്മയ്ക്കും സാധിക്കില്ല. സ്വന്തം മകന് അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിന് വേദനിക്കുന്നത് ഒരു പെറ്റവയറിന് താങ്ങാനാകില്ല. ആ ഒരു നീതി, ആ ഒരു ജസ്റ്റിഫിക്കേഷൻ തന്നെയാണ് പാത്തുമ്മ ഉമ്മയുടെ കാര്യത്തിലും ഉള്ളത്. റഹീം എത്ര കുറ്റക്കാരനോ ആയിക്കൊള്ളട്ടെ, ആ മകൻ മടങ്ങി വരണമെന്ന് ആ ഉമ്മയുടെ മനസ്സിനൊപ്പം എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കുകയാണ്. നിയമക്കുരുക്കുകളൊക്കെ അഴിഞ്ഞുവെന്നും സൗദി അധികൃതർ ഉത്തരവിൽ ഒപ്പുവെച്ചു എന്നും വിശദീകരിച്ചിട്ടും ആ ഉമ്മയുടെ മനസ്സ് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഒരുപാട് തവണ പ്രത്യാശയുടെ ചില സൂചനകൾ പലപ്പോഴും അവരുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നു. റഹീം ഇതാ എത്തുന്നു, നാട്ടിലേക്ക് വരുന്നു. ഈ തരത്തിൽ പത്രങ്ങളിലും ടി വിയിലും ധാരാളം വാർത്തകൾ കണ്ട് ആ അമ്മ ആശിച്ച് ആ വഴിയിലേക്ക് കണ്ണും നട്ട് കാത്തിരുന്നതാണ്. ഒടുവിൽ നിരാശയായിരുന്നു ഫലം. ആ വേദനകളുടെ ആഴമാണ് ഇപ്പോഴും ഈ അമ്മയ്ക്ക് വിശ്വസിക്കാനുള്ള ഒരു ധൈര്യമില്ലാത്തത്. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ എനിക്ക് അതിലും വലിയൊരു സന്തോഷമില്ല, പക്ഷേ ഞാൻ അത്രയേറെ കൊതിച്ചുപോയി. അതുകൊണ്ട് ഇനി അവൻ എൻ്റെ മുന്നിൽ നേരിട്ടെത്തണം, ആ ശബ്ദം എൻ്റെ കാതുകൊണ്ട് കേൾക്കണം, അപ്പോഴേ ഈ പെറ്റവയർ ശാന്തമാകും. ആ അമ്മയുടെ വാക്കുകൾ ഇടറുകയാണ്. റഹീം എത്തും ആ പഴയ വീട്ടിലേക്ക് തന്നെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 20 വർഷത്തിനപ്പുറം ഒരു പുലർച്ചെ ആണ് റഹീം ഈ വീടിൻ്റെ പടിയിറങ്ങുന്നത്. അന്ന് അബ്ദുൾ റഹീം ഒന്നും വിചാരിച്ചിരുന്നില്ല അത്രയും വലിയൊരു സംഭവമായി തൻ്റെ ജീവിതം മാറുമെന്ന്. 20 വർഷം തടവറയ്ക്കുള്ളിലെ ആ ഒരു ഏകാന്തതയിൽ റഹീം കഴിയുമ്പോഴും റഹീം തൻ്റെ കോടമ്പുഴയിലെ ആ പഴയ തറവാട്ട് വീടിൻ്റെ ഉമ്മറത്തേക്കാണ് എപ്പോഴും എത്തിയിരുന്നത്. ആ വീടിൻ്റെ പേര് സെനത്ത് മനസ്സിൽ എന്നാണ്. ആ മനസ്സിൽ ഇപ്പോഴും റഹീമിനെ കാത്തിരിക്കുകയാണ്. നീണ്ട 2 പതിറ്റാണ്ടിന്റെ വിരഹത്തിന് ശേഷം റഹീം വീട്ടിലേക്ക് മടങ്ങി എത്തുകയാണ്. താൻ ജനിച്ചു വളർന്ന ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആ തറവാട്ട് വീട്ടിലേക്ക്. അമ്മ ആ വിശ്വാസത്തിന്റെ പാതയിൽ തന്നെയാണ് ഇപ്പോഴെങ്കിലും. റഹീമിന്റെ വരവിനായി വീട് ഒരുങ്ങിക്കഴിഞ്ഞു. റഹീമിന്റെ ശിക്ഷാ കാലാവധി അവസാനിച്ച ഘട്ടത്തിൽ തന്നെ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ചേർന്ന് വീട് വൃത്തിയാക്കി വെച്ചിരുന്നു. ഇപ്പോൾ റഹീം തിരിച്ചെത്തുമെന്ന വാർത്ത എത്തിയതോടെ അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റഹീമിന്റെ വീട്ടിൽ, സഹോദരന്റെ വീട്ടിൽ കഴിയുകയാണ് അമ്മ. മകൻ വരുന്ന നിമിഷം മുതൽ അമ്മ ഈ തറവാട്ട് വീട്ടിലേക്ക് എത്തും. ഇനി ബാക്കിയുള്ള കാലം തന്റെ മകനൊപ്പം കഴിയണം എന്നത് മാത്രമാണ് അമ്മയുടെ ആഗ്രഹം. 2006 15 വയസ്സുള്ള സൗദി പൗരൻ അനസ് അൽ ഷഹ്രി മരിച്ച കേസിലാണ് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന് സൗദി കോടതി വധശിക്ഷ വിധിച്ചത്. അന്ന് റഹീമിന് 24 വയസ്സായിരുന്നു. ചലനശേഷിയില്ലാത്ത അനസിനെ പരിശീലിച്ചിരുന്നത് റഹീമായിരുന്നു. റഹീമിന്റെ സ്പോൺസറായ ഫായിസ് അബ്ദുള്ളയുടെ മകനാണ് അനസ്. 2006 ഡിസംബറിൽ ഡ്രൈവർ വിസയിൽ സൗദിയിൽ എത്തിയതിന്റെ 28ാം ദിവസം അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോഴായിരുന്നു ജീവിതം കുരുക്കിയ സംഭവം നടക്കുന്നത്. ഗതാഗത നിയമം ലംഘിച്ച് വാഹനം ഓടിക്കാനുള്ള അനസിന്റെ ആവശ്യം റഹീം നിരാകരിച്ചു. അനസ് റഹീമിന്റെ മുഖത്തേക്ക് തുപ്പി. ഇത് തടയുമ്പോൾ അനസിന്റെ കഴുത്തിലെ ജീവൻ രക്ഷാ ഉപകരണത്തിൽ റഹീമിന്റെ കൈ തട്ടുകയും തുടർന്ന് അനസ് മരിക്കുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാൻസ്.